ശാന്തി. മധുരമായ കുട്ടികളെ, സ്നേഹത്തിൻ്റെ സാഗരമായ ഭഗവാൻ സ്നേഹം നൽകി നിങ്ങളെ പുഷ്പങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ ആത്മീയ സ്നേഹം അവിനാശിയാണ്. ബാബ നൽകുന്ന അവിനാശി പ്രാപ്തികൾ മുന്നിൽ വച്ച് സദാ സന്തോഷം അനുഭവിക്കൂ. ബാബ ദിവസവും നൽകുന്ന ടൈറ്റിൽ സ്മൃതിയിൽ വച്ച് ആത്മീയ ലഹരിയിലിരിക്കൂ. മധുരമായ കുട്ടികളെ, ഒരേ ഒരു പരമാത്മാവിൻ്റെ ഓർമ്മയിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് ഏകാന്തത. ഇത് തന്നെയാണ് ആത്മോന്നതിയുടെ ഉപാധി. അമൃതവേളയിൽ ഉണർന്ന് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. അലസമാകരുത്. അന്തരീക്ഷവും ശുദ്ധമായിരിക്കുന്ന ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഈ സമയം ഒഴിവായി പോകരുത്. മധുരമായ കുട്ടികളെ, മനസ്സ വാച കർമ്മണ ആരെയും ദുഃഖിപ്പിക്കരുത്. പരിധിയില്ലാത്ത ബാബയെയും ഈശ്വരീയ സമ്പത്തിനെയും ഓർമ്മിച്ച് സുഖസ്വരൂപമാകൂ. അകമേയും പുറമേയും സ്വച്ഛമായിരിക്കണം. ഹൃദയം സ്വച്ഛമാണെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കും. പരിവാരത്തോടും സത്യമായ ആത്മീയ സ്നേഹം ഉണ്ടായിരിക്കണം. പ്രിയ സന്താനങ്ങളെ, ഭഗവാനെ സദാ സാക്ഷിയും കൂട്ടുകാരനുമായി മനസ്സിലാക്കി ഓരോ കാര്യവും ചെയ്യൂ. എങ്കിൽ സഫലത സദാ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ പ്രയത്നങ്ങളിൽ നിന്നും മാറി സ്നേഹത്തിൻ്റെ മടിയിലിരിക്കൂ. ബാബ് ദാദയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന പ്രാക്ടിക്കലിൽ അനുഭവിക്കൂ. ബാബ് ദാദ വരദാന രൂപത്തിൽ നൽകിയ ദിവ്യ സമർത്ഥ ബുദ്ധിയും ദിവ്യ നേത്രവും യഥാർത്ഥ രീതിയിൽ ഉപയോഗിച്ച് കമല പുഷ്പ സമാനവും ഹർഷിതവും ആയിരിക്കൂ. ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് സ്ഥിതികളുടെ സന്തുലനം വെച്ച് അന്യ ആത്മാക്കൾക്ക് ദിവ്യമായ ഉൾക്കാഴ്ചയുടെ മൂന്നാമത്തെ നേത്രത്തിൻ്റെ വരദാനം നൽകൂ. അലയുന്ന ആത്മാക്കൾക്ക് ലക്ഷ്യസ്ഥാനം നൽകൂ. നിരാശരായ ആത്മാക്കളെയും മനസ്സന്തോഷത്തിൻ്റെ മധുരം കഴിപ്പിച്ച് ശക്തിശാലിയാക്കൂ.